ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു കടലക്കറി റെസിപ്പി ആയിട്ടാണ്. മുളപ്പിച്ചെടുത്തിട്ടുള്ള കടല കൊണ്ടാണ് കേട്ടോ ഞാൻ ഇന്നിവിടെ കറി ഉണ്ടാക്കുന്നത്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. കടല മുളപ്പിച്ചെടുക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. എങ്കിലും അറിയാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്കായിട്ട് ഞാനൊന്ന് പറഞ്ഞുതരാം. ഇത് കണ്ടോ, ഞാൻ മുളപ്പിച്ചെടുത്തിട്ടുള്ള കടലയാണ്. ഞാനിവിടെ ഒരു ഗ്ലാസ് കടല ഒരു നൈറ്റ് നന്നായിട്ടൊന്ന് കുതിർത്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. എന്നിട്ട് വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം ഒരു സ്ട്രെയിനറിൽ കടല ഇട്ട് വെക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ ഒരു കോട്ടൺ തുണി കൊണ്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് വയ്ക്കുക. അങ്ങനെ ഒരു ദിവസം വെക്കണം കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം നോക്കുമ്പോഴേക്കും കടല നന്നായിട്ട് മുളച്ച് വന്നിട്ടുണ്ടാവും. ആദ്യം തന്നെ നമുക്ക് കറിക്ക് വേണ്ടിയിട്ടുള്ള ഒരു മസാലക്കൂട്ട് റെഡിയാക്കാം. അതിനായിട്ട് ഒരു പാനിലോട്ട് 4 കഷ്ണം പട്ട, ഒരു 6 ഏലയ്ക്ക, ഒരു 6 ഗ്രാമ്പൂ, 3 വറ്റൽമുളക്, 1 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ ഇത് പാകമായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ പോയതിന് ശേഷം ഞാൻ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ കുഞ്ഞു കുഞ്ഞു തരികളൊക്കെ ഉണ്ടാവും, അത് കുഴപ്പമില്ല. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കറിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കാം. അതിനായിട്ട് ഈ സെയിം പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലോട്ട് 7 അണ്ടിപ്പരിപ്പും ഒരു 8 ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ മുളപ്പിച്ചെടുത്തിട്ടുള്ള കടല ഉണ്ടല്ലോ, അതൊരു പിടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. വളരെയേറെ ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു കടലക്കറിയാണിത്. നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ. ഇനി ഇതിലോട്ട് ഒരു 1/4 മുറി തേങ്ങ ചിരകിയത് ചേർത്തിട്ടൊന്ന് വറുത്തെടുക്കാം. തേങ്ങ നല്ല ബ്രൗൺ കളറാക്കിയിട്ടൊന്നും വറുത്തെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടിയാൽ മതി. അപ്പോൾ ഇത് പാകമായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതാ തേങ്ങയുടെ ചൂടൊക്കെ പോയതിന് ശേഷം ഞാനൊരു ജാറിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഞാനിവിടെ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഒരു 2.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 2 പച്ചമുളക് അരിഞ്ഞതും ഒരു 10 ചെറിയുള്ളി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതാ ഉള്ളിയൊക്കെ അത്യാവശ്യം വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നന്നായി ഇളക്കിയെടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു തക്കാളി അരച്ച് ചേർത്ത് കൊടുക്കാം. തക്കാളി ഇതുപോലെ അരച്ച് ചേർക്കുകയാണെങ്കിൽ കറിക്ക് നല്ലൊരു കട്ടിയും കൊഴുപ്പും ഉണ്ടാവും കേട്ടോ. ഇനി ഇതിലോട്ട് ഒരു വലിയ ഉള്ളി അരച്ച് ചേർത്ത് കൊടുക്കാം. ഉള്ളി ഇതുപോലെ അരച്ച് ചേർക്കുകയാണെങ്കിൽ കറിക്ക് ഒരു വെറൈറ്റി ആയ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്കിതിലോട്ട് മുളപ്പിച്ചെടുത്തിട്ടുള്ള കടല ചേർത്ത് കൊടുക്കാം. കടല ഇതുപോലെ മുളപ്പിച്ച് കറി വയ്ക്കുന്നതും കഴിക്കുന്നതും വളരെ ഹെൽത്തിയാണ് കേട്ടോ. ഇനി ഇതെല്ലാം നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ഞാനിത് നന്നായിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ജാർ കഴുകി വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്. ഞാനിതിലോട്ട് കൂടുതൽ വെള്ളം ഒഴിക്കുന്നില്ല, കാരണം ഈ ഒരു കറി നല്ല തിക്കായിട്ടാണ് റെഡിയാക്കുന്നത്. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്കിതിലോട്ട് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഈ ഒരു ബൗളിൽ ഒരു 1/4 ഭാഗത്തോളം തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്. അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്ത് ഇട്ടുന്നത് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് പൊടിച്ച് വെച്ചിരിക്കുന്ന മസാലക്കൂട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1 ടേബിൾ സ്പൂൺ മസാലക്കൂട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് കുക്കർ അടച്ചിട്ട് വിസിൽ വെച്ച് കൊടുക്കാം. ഒരു 8 വിസിൽ വരണം കേട്ടോ. ഇപ്പോൾ ഇതാ 8 വിസിലൊക്കെ വന്നിട്ട് പ്രഷറൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. നമുക്ക് കുക്കർ ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ കറി നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. നോക്കിയേ, കടലയൊക്കെ നല്ല പാകത്തിന് കുക്കായിട്ടുണ്ട്. കണ്ടോ, നല്ല കൊഴുപ്പോട് കൂടിയിട്ടുള്ള കറിയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കടലക്കറിക്ക് നല്ല ചിക്കൻ കറിയുടെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇനി നമുക്കിതിലോട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന 1 ടേബിൾ സ്പൂൺ മസാലക്കൂട്ടുണ്ടല്ലോ, അത് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ ഇത് നമ്മുടെ രുചികരമായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള മുളപ്പിച്ച കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നോക്കിയേ, ഇതിൻ്റെ രുചി ഒരു രക്ഷയില്ലാത്ത രുചിയാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ഒരിക്കലെങ്കിലും ഈ ഒരു കറി ഉണ്ടാക്കി കഴിക്കണേ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വെറൈറ്റി ആൻഡ് ടേസ്റ്റി മുളപ്പിച്ച കടലക്കറി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇനിയും ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.